നമ്മൾ ദുബായിക്ക് പോവാണ്. പാക്ക് ചെയ്യാം, കൊണ്ടുപോകാം ഗൈസ്. അങ്ങനെ ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ഫേസ്റ്റ് അവിടെ ഫേക്ക് നാറ്റി, ഇവിടെ ഫേക്ക് പാസ്പോർട്ട്. ജിം ഷാർക്കിൽ കയറണമെന്ന് പറഞ്ഞേക്കണേ, സൗത്ത് സൈഡ്. So what is up guys, welcome back to my channel and welcome back to my video. I know that ഞാൻ കുറേ നാൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഒരു മാസമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കുറേ അധികം പരിപാടികൾ ലൈക്ക് ബൾക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ളൊരു പരിപാടിയിലായിരുന്നു. ഐ എം സോ സോറി ഫോർ ദാറ്റ്. പക്ഷേ അതിൻ്റെയൊക്കെ വിഷമം തീർത്തുകൊണ്ട് വി ആർ ഡൂയിങ് ദുബായ് വ്ളോഗ്. നമ്മൾ ദുബായിക്ക് പോവാണ്. വി ആർ ഗോയിങ് ടു ദുബായ് ടുഡേ അല്ല, ടുമാറോ മോർണിംഗ്. ടുഡേ സൺഡേ ആൻഡ് മൺഡേ ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏർലി മോർണിംഗ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. സോ അപ്പം ദാറ്റ്സ് ദ സീൻ ഹിയർ. ഈ വ്ളോഗും അടുത്ത വരാനിരിക്കുന്ന വ്ളോഗുകളും എല്ലാം ദുബായിലെ പരിപാടികളായിരിക്കും. ചില കളികൾ കാണിച്ച് പഠിപ്പിക്കാനുമായി നമ്മൾ ദുബായിക്ക് പോവാണ്. ഫസ്റ്റ് ടൈം എവർ. സോ ഐ ആം സോ എക്സൈറ്റഡ്. ഐ ആം സോ എക്സൈറ്റഡ്. എനിക്ക് നിങ്ങളുടെ ഫേസ് കണ്ടാൽ, എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഹാപ്പിയാണെന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത്രയുള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോവാം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സോ നമ്മുടെ വിഷ്ണുക്കുട്ടൻ അവിടെ വരും. അപ്പം വിഷ്ണുവിനെ മീറ്റ് ചെയ്യാം. വിഷ്ണു ആയിരിക്കും എന്നെ കൊണ്ടുവിടുന്നതും എല്ലാ പരിപാടിയും ചെയ്യുന്നത്. സോ അപ്പോൾ അവന് ഞാൻ ആ പണി ഏൽപ്പിച്ചേക്കാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അമ്മ വാ ഗൈസ്. 1000 രൂപ വിലയുള്ള കണ്ണാടിയാണ്, അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. സോ അപ്പോൾ എല്ലാവരും വന്നാ ഓടി 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 ഓടിയോ. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എല്ലായിടവും കറങ്ങി ഹാപ്പിയായി തിരിച്ചു വരൂ. യെസ്. അപ്പോൾ അമ്മയും അമ്മുമ്മയുമാണ് വീട്ടിലുള്ളത്, പിന്നെ നമ്മുടെ പിള്ളേരുമാണ്. എല്ലാം ഭയങ്കര കോയിൻസിഡൻ്റ് ആയിട്ട് വന്ന ഡേറ്റ്സ് ആണ്. അച്ഛൻ പോകുന്നതും ഞാൻ പോകുന്നതും എല്ലാം. ഞാനും അച്ഛനും ഏകദേശം ഒരേ സമയത്ത് തിരിച്ചും വരത്തുള്ളൂ. അതാണ് ഇവിടുത്തെ കോമഡി. കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരാരെങ്കിലും വിളിക്കുക. അനുവിൻ്റെ നമ്പർ അയച്ചുതരാം. അനുവിനെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഷിയാസിനെ ആരെങ്കിലും കണക്ട് ചെയ്താൽ മതി. അവന്മാരെന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്തു തന്നോളും. മുറ്റു ചേട്ടാ പോയിട്ട് വരാം, മുറ്റു പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കി പരിപാടി ഇനി പോകുന്ന വഴി. സോ അപ്പോൾ നമ്മുടേത് 16 കറക്റ്റ്. നമ്മുടെ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ആദ്യം നമ്മൾ തായ്ലൻഡിൽ പോയി, ഇപ്പം രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് പോകുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് ദുബായ് ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ഇൻ എങ്ങനെയാണ്, അവർ എത്ര കിലോ വരെ അലോ ചെയ്യും, കൂടിപ്പോയി ഞങ്ങൾക്ക് ടെൻഷനാണല്ലോ. നമ്മൾ എത്രയൊക്കെ പോയാലും നമ്മൾ ആ സമയത്ത് അവിടെ കൊണ്ട് ബാഗ് വെക്കുമ്പോഴത്തേക്കും കൂടുതൽ കുറേ എന്ത് നമ്മളെടുത്ത് മാറ്റും എന്നൊക്കെയുള്ള ടെൻഷനാണ്. അപ്പോൾ അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് 20 കിലോ ഉണ്ട് ബാഗേജ്. അപ്പോൾ ഇത് 16 ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ കംഫർട്ടബിളാണ്. ലെറ്റ്സ് ഗോ. പോയിട്ട് വരാം. അമ്മിണി, അമ്മുവേ, ഡീ പാമ്പിനെ പിടിക്കാൻ പോയിക്കുന്നു അവള്. പാമ്പിനെ പിടിക്കാൻ പോയാ നീ? ചേട്ടാ പോയിട്ട് വരാം. ഡീ ചേട്ടാ പോയിട്ട് വരാം. ടാറ്റ. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. ടാറ്റ. ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം. So guys, let's move. അമ്മ പോയിട്ട് വരാം. എവിടെ ആയിരിക്കും? ഗൾഫല്ല, ദുബായ്. ഇതെന്തുവാ? അബ്ദുള്ള. ഇതെന്തുവാ? ഷെയ്ഖ് അബ്ദുള്ള. അപ്പൊ പോയിട്ട് വരാം. ടാറ്റ. ഓക്കെ എടാ ടാറ്റ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ബൂം. വരും ഡിനു, പോയിട്ട് വരാം. സോ അപ്പം നമുക്ക് വിഷ്ണുവിനെ വിളിച്ചാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുറപ്പെട്ടു എന്ന്. അപ്പോൾ അവൻ നേരെ എറണാകുളത്തേക്ക് വരും. എന്നിട്ട് അവൻ എന്നെ പിക്ക് ചെയ്യും. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ പോവും, ഫ്രഷ് ആവും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. വേണ്ടൊന്നുമില്ല, ഇത് തന്നെ മതി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ അവനെ കൊണ്ട് എയർപോർട്ടിൽ വിടും. ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ കഥകളൊന്നുമില്ല. അപ്പോൾ ബാക്കി പരിപാടി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളിത് ഫോറം മാളിൽ വന്നു.
എനിക്ക് 2-3 സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ ഇത് എൻ്റെ കൂടെ വിഷ്ണു പ്രയാഗ് ഉണ്ട്. ഇത്തവണ ഞാൻ കറക്റ്റായിട്ട് പേര് പറഞ്ഞില്ലേ? അതെ. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ P6 മുകളിൽ ഒരു പാർക്കിംഗ് കൂടെ ഉണ്ട്. കാരണം ഭയങ്കര തിരക്ക്, സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അപ്പോൾ ജസ്റ്റ് കൊച്ചി ഇത് ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഓ, ഇവിടെ മഹേന്ദ്രയുടെ ഷോറൂം, മഹേന്ദ്രയുടെ മറ്റേ സാധനങ്ങളൊക്കെ എല്ലാ വണ്ടികളും നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ തോടാടാ, എന്തോ ഒരു സ്ഥലം അല്ലേ. ഒരു സ്ഥലം കിട്ടി നമുക്കൊരു ഫുൾ ഇന്റർനാഷണൽ ജിം തുടങ്ങായിരുന്നു ഇവിടെ. ലെറ്റ്സ് ഗോ ഇൻ. ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ബർക്കൻസ്റ്റോക്സിൻ്റെ ചെരുപ്പ് വാങ്ങിക്കാൻ വന്നേക്കാണ്. കരിയറിൽ ആദ്യമായിട്ട്. പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ചെരുപ്പ് വാങ്ങിക്കണം എന്ന്. അന്ന് ശേഷിയില്ലായിരുന്നു ഫിനാൻഷ്യലി. ഇപ്പോഴും അത്രയ്ക്ക് വലിയ സ്റ്റേബിളൊന്നും ആയിട്ടില്ല. പക്ഷേ ആഗ്രഹങ്ങൾ നമ്മൾ സാധിക്കണമല്ലോ. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. ഇതൊക്കെയല്ലേ ചെറിയ ചെറിയ ഹാപ്പിനെസ്. ഗൈസ്, ഞാൻ ചോദിക്കുമായിരുന്നു എന്നെ കാണാൻ ഇപ്പോൾ ഒരു സിനിമ നടൻ്റെ ലുക്കൊക്കെ ഇല്ലേ എന്ന് വിഷ്ണുവിൻ്റെ അടുത്ത്. നിങ്ങൾ പറയും, ഒരു പുതുമുഖ യുവനായകൻ്റെ എല്ലാവിധ ഫീച്ചേഴ്സും ഇല്ല എനിക്ക്. ജോലൈൻ, ഫോറാംസിന് ഫോറാംസ്, മുടിക്ക് നല്ല ഹാഫിന് കാഫ്. നമ്മൾ ഹൈടെക് ആൾക്കാർ സ്ലിപ്പറൊക്കെ ഇട്ടേ വെളി ഇറങ്ങാറുള്ളൂ ഗൈസ്. അല്ലാതെ ഷൂസൊക്കെ ഇട്ടിട്ട് ഇതേപോലെ വേണ്ട ഇങ്ങനെ നമ്മൾ ഇറങ്ങൂല. നമ്മൾ സിമ്പിളായിരിക്കും, ചില്ലായിരിക്കും. ആര് കണ്ടാലും ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു അഹങ്കാരവും പാടില്ല. എങ്ങനെയുണ്ട് ഗൈസ്? സ്റ്റൈലല്ലേ? ചെത്തായിട്ടില്ല ഞാൻ. സോ ഫൈനലി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബർക്കൻസ്റ്റോക്സ് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഡ്രീം കം ട്രൂ, മൈൽ സ്റ്റോൺ അൺലോക്ക്. വിഷൻ ബോർഡിലുണ്ടായിരുന്ന ഒരു ചെരുപ്പായിരുന്നു അത്. പാക്ക് ചെയ്യാം, കൊണ്ടുപോകാം ബാ. യാ, ജസ്റ്റ് 12990. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു. ദാറ്റ്സ് ഇറ്റ്. 12,000 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ ഒരു സോക്സ് ഫ്രീ. കഴിഞ്ഞു ബബുവ. ഗൈസ്, അങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബർക്കൻസ്റ്റോക്സിൻ്റെ ചെരുപ്പ് വാങ്ങിച്ച് ഐ എം സോ ഹാപ്പി. ഇനി നമുക്ക് H&M കയറിയിട്ട് ഒരു ഹുഡിയും കൂടെ വാങ്ങിക്കണം. സോ ഗൈസ്, നമ്മൾ നമ്മുടെ ചെറിയ ഒരു 14,000 രൂപയുടെ പർച്ചേസ് കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ഈറ്റ് സംതിങ്. ഇന്ന് സൺഡേ ആണ്, നമുക്ക് ചീറ്റാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഒരു ചെറിയ മീൽ കഴിക്കാം. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് എവിടെയെങ്കിലും പോയി ഒരു ഷവർമ കഴിക്കാം എന്നുള്ളൊരു പരിപാടിയിൽ നമ്മൾ പോവുകയാണ്. വണ്ടിയുടെ ആലോചിച്ച നല്ലല്ലേ? ഫോക്കസ് പീക്ക് മെയിൽ കണ്ടന്റ്. നല്ല ബോഡിയുള്ള ആൾക്കാരെയും വണ്ടിയുടെ അലോയ്സും വണ്ടിയും കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമ്മൾ നോക്കും. അതാണ് ലൈഫ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫുഡിൻ്റെ കാര്യം. പക്ഷെ അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് അടിച്ച് നേരെ നമ്മൾ വിചാരിച്ച് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ഷവർമ ജോയിൻറ്റിൽ പോയി ഷവർമ കഴിക്കാണ്. അപ്പം നമ്മൾ ഇനി നേരെ പോയി ഷവർമ കഴിക്കാം ഗായ്സ്. ഗൂഗിളിൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്ളോഗ് ഇടുന്നില്ല എന്നല്ലേ. ഇനി നമ്മൾ ഫിറ്റ്നസ് വ്ളോഗ് മാത്രമല്ല, നമ്മൾ ഇനി ഹനാൻ ഷാനൊക്കെ പോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഇടാൻ പോവാം. സോ ഗായ്സ്, അപ്പോൾ വിഷ്ണുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മ ഫുഡ് കഴിക്കാനായിട്ട് ബർഗറിയിൽ വന്നേക്കണേണ്. അപ്പോൾ നമ്മൾ ബർഗർ കഴിക്കാനായിട്ട് ബർഗറിൽ വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി നമുക്ക് ബർഗർ സെലക്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ്. എപ്പോൾ ഇവിടെ വന്നാലും പറ്റുന്ന പ്രശ്നമാണ് ഏത് കഴിക്കും, എങ്ങനെ കഴിക്കും എന്നുള്ളത്. ലൈക്ക് നമ്മുടെ എപ്പോഴും നമ്മൾ കോമ്പറ്റീഷൻ്റെ തലേദിവസം കഴിക്കുന്ന ബർഗർ കൊച്ചിയിലാണ് കോമ്പറ്റീഷൻ എങ്കിൽ മിക്കവാറും ഇവിടെ നിന്നായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ഇവരുടെ അൾട്ടിമേറ്റ് ഡബിൾ പാറ്റി സ്മാഷ്ഡ് ബീഫ് ബർഗർ ഉണ്ട്. ഹൈലി റെക്കമെൻഡഡ്. ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ യു ക്യാൻ കം ഓവർ ടു ബർഗറി ആൻഡ് ട്രൈ ദിസ്. ദിസ് നോട്ട് അറ്റ് ഓൾ എ പെയ്ഡ് പ്രൊമോഷൻ. കഴിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് നോക്കിയാണ് ദി ബെസ്റ്റ്. എങ്ങനെയുണ്ട്? ക്രിയേറ്റീവ് ഫ്ലേവർ. ഗൈസ്, ഇതാണ് എൻ്റെ ബർഗർ, അത് വിഷ്ണുവിൻ്റെ ബർഗർ. എന്തോരം പീസ. ഹാപ്പി ആയില്ലേ?
ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ ബർഗർ വാങ്ങിച്ചാൽ മതി. എന്താണ് എക്സ്പീരിയൻസ്? ബർഗർ വന്നപ്പോഴേ അമ്മയെ വിളിച്ചിട്ട് പറയണേ രാത്രി ഞങ്ങൾ പൊറോട്ടയും വാങ്ങിച്ചിട്ട് വരാം ബീഫ് കൂട്ടി കഴിക്കാറ്. ബർഗർ അല്ലേ ചെറിയൊരു സാധനം പെട്ടെന്ന് തീരുന്നു. വയറ് നിറഞ്ഞാച്ച് ഇപ്പൊ ഒരു ചേട്ടൻ ഞങ്ങള് അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലോ ഇറങ്ങി ഞാനിങ്ങനെ ഡോർ കിട്ടോ നിന്റെ വീഡിയോസൊക്കെ അടിപൊളി ഉണ്ടാ താങ്ക് യു ബ്രോ. ഞാൻ ഏടാതൊക്കെ വിളിയുടെ ഞാൻ ചെയ്ത് ഞാൻ ഈ ചേട്ടൻ്റെ മുഖത്ത് വിട്ടെ എനിക്ക് പരിചയമില്ലല്ലോ ചേട്ടന്, പിന്നെ എങ്ങനെ അറിയാം എന്നൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴാണ് പുള്ളി കൊണ്ടിരുന്നത് വീഡിയോ വളരെ ഇഷ്ടമെടുത്ത് നിന്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ. സോ എൻ്റെ പൊന്നെ ആ ബർഗർ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വിചാരിച്ചില്ല ഇത്രയും വലിയ ബർഗർ ആയിരിക്കും. അപ്പോൾ ബർഗറും കഴിച്ച് നമ്മൾ ഇപ്പോൾ അടുത്ത പരിപാടിക്ക് ഇപ്പോൾ കൊണ്ടുവരും. അടുത്ത പരിപാടി ഒന്നുമില്ല, ജസ്റ്റ് ഒരു കസിൻ്റെ വീട്ടിൽ പോകണം, എന്നിട്ട് പിന്നെ ഇവൻ്റെ വീട്ടിൽ പോകണം, കുറച്ചൊന്ന് ഫ്രഷ് ആവണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകണം. ദാറ്റ്സ് ദ പ്ലാൻ. ബർഗറിൻ്റെ കാര്യം പറഞ്ഞാൽ ബർഗർ കഴിച്ച് കിളി പോയി. എനിക്ക് ഉറക്കം വരുന്നത്, സീരിയസ്ലി എനിക്ക് ഉറക്കം വരുന്നത്. കണ്ണൊക്കെ കണ്ടാലേ ഒരു കിറുങ്ങിയിരിക്കുക. എനിക്ക് കിൻഡർ ജോയ്ന്ന് വാങ്ങിച്ചിട്ടില്ല, കട അടച്ചില്ല. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിള്ളേരെ ഇങ്ങനെ കിൻഡർ ജോയ്ന്നും കൂടെ നമ്മള് വഴിതെറ്റിക്കാൻ പാടില്ല. ഞാൻ താമസം മാറിയേ, ഞാൻ താമസം മാറി ഇങ്ങോട്ട്. ആ ഗൂഗിളിന്നൊക്കെ. ഇനി ഇവിടെ കിൻഡർ ജോയ്ന്നും പറ്റില്ല കേട്ടാ. കിൻഡർ ജോയ്, ഡയറി മിൽക്ക് ഇതൊന്നും പറ്റില്ല. ഇതൊന്നും ഇവിടെ ഞാൻ കഴിപ്പിക്കൂല കേട്ടാ. അപ്പൊ രാവിലെ കാണാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിക്കി. അല്ല എന്തോ ഉണ്ട്, എന്തോ മനസ്സിലുണ്ട്. ചോദിക്കി, ക്യാമറയിൽ നോക്കി ചോദിക്കി. അല്ലേ യൂട്യൂബ് വരെ വലിയ സ്ക്രീനിലൊക്കെ കാണാം. ഹായ് ഗൈസ് അപ്പം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1:30 ആവാറായി. ഇന്നലെ രാത്രി വന്ന് വിഷ്ണുവിൻ്റെ അമ്മ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് അവളെയും കുറച്ചൊന്ന് പേടിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഇപ്പോൾ എഴുന്നേറ്റ് നേരെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതി. നമ്മുടെ ഫ്ലൈറ്റ് 5 മണിക്കാണ്. അപ്പം കുറച്ച് നേരത്തെ എത്തുക, കാരണം എനിക്ക് വയ്യ ഫ്ലൈറ്റ് മിസ്സാക്കാൻ. കണ്ണൊക്കെ ആകെ ബാഡായിട്ടിരിക്കുക. അപ്പോൾ ഉറക്കപ്പിച്ചൊക്കെ കണ്ണിൻ്റെ മുഖത്തുണ്ട്, അപ്പോൾ നമുക്ക് പടയെന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാം. സോ ഗൈസ് നമുക്ക് എന്താ ടൈം 10 മണി കാണിക്കുന്നത്. അപ്പം 1:30 നമുക്ക് നേരെ എയർപോർട്ടിലോട്ടോ. അപ്പോൾ ഞാൻ രാത്രി വന്നപ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷെ എനിക്കധികം കഴിക്കാൻ പറ്റില്ല. അത് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്? 2 ചപ്പാത്തി കുറച്ച് ബീഫ് കഴിക്കാം. ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങാരുത് 20-25 ചപ്പാത്തി ഉണ്ടാക്കണേ. ആകെ 2 ചപ്പാത്തിയെ കഴിക്കുള്ളൂ. അപ്പോൾ അത്രയാണ്. അപ്പം പോയിട്ട് വരാം. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്തൊക്കെ ഒന്നൊരു ഹായ് പറഞ്ഞേക്ക്. ഇതാണ് വിഷ്ണുവിന്റെ അമ്മ. വിഷ്ണുവിനെ പോലെ അല്ല, കാണാൻ ഭയങ്കര ഞാൻ പറഞ്ഞെന്നുള്ളത്. ഇത് എത്ര വയസ്സ് പറയും? എത്ര വയസ്സ് പറയണ്ട, ഓഡിയൻസ് പറഞ്ഞോളൂ. പോയിട്ടിരാം ബൈ. അവളും അങ്കിളും ഉറങ്ങി, പിന്നെ എണ്ണിപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പോയിട്ടില്ല. ടാറ്റ. എടുക്ക് ഒരു ബാഗ് കൂടെ ഉള്ളൂ. ഡൺ. അപ്പോൾ ഗൈസ് നമ്മ പോവാൻ പോണേയാണ്. എൻ്റെ സ്വന്തം മോനെ പോലെ കാണുന്ന വണ്ടി അത് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഗിയർ മാറ്റുമ്പോ സൂക്ഷിച്ച് മാറ്റണം. 2 ദിവസം കോളേജിലൊക്കെ അത് കൊണ്ടുപോകും. 2 ദിവസം, എല്ലാ ദിവസവും കഴിയണമെന്ന് ഞാൻ പറയില്ല. ഈ 2 ദിവസം കൂടുമ്പോ കഴിയണം. പിന്നെ നിന്നെ മറ്റേ 2 ഗിയർ, രണ്ടാമത്തെ ഗിയറിലിട്ട് കുറെ നേരം ഓടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തണം. പിന്നെ നാട്ടുകാർക്കാർക്കും വണ്ടി ഓടിക്കാൻ കൊടുക്കരുത് കേട്ടാ. മറ്റേ ഗിയർ ഇടത്തേ ഇല്ലെന്നൊന്നും നീ പറയരുത്. പോയിട്ടിരാ ബൈ. Guys, we just completed our immigration and നമ്മളിതിപ്പം സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ്.
സോ ഗൈസ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ദീഫ കഫ്റ്റേരിയയിൽ വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും 2 വ്യക്തികൾ, കേരളത്തിലെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന 2 യുവ ആളുകളെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ ആളുകളെ കാണിച്ചു തരാം. 1 ഐ അതെ, നമുക്ക് ഉറക്കത്തിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പം 4:15 നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒരേ ഫ്ലൈറ്റിലാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിലാണെന്ന് അറിയുന്നത്. ലൈക്ക് ദിസ് ഇസ് അരവിന്ദ് ആൻഡ് ദിസ് ഇസ് ശ്രീരാഗ്. അരവിന്ദിനെ എനിക്ക് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ത്രൂ കുറച്ച് നാളായിട്ട് 2 മാസമായിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണണം എന്ന രീതിയിൽ. അപ്പോൾ കോമ്പറ്റീഷൻ ഇരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും പരിചയമുള്ളൊരു മുഖം. അപ്പം അതിന് പുറകെ നോക്കിയപ്പോഴത്തേക്കും ശ്രീരാഗും. അപ്പോൾ രണ്ടുപേരെയും ഞാൻ വിചാരിച്ചു അപ്പോൾ ഏത് ഫ്ലൈറ്റാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സെയിം ഫ്ലൈറ്റ്, മടുപ്പൊന്നും ഇല്ലാതെ പോവാം. അപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഒരു കാപ്പിയൊക്കെ കുടിച്ച് കമ്പനിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 4:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ചെയ്യാൻ തുടങ്ങും. സോ അപ്പോൾ ബാക്കി പരിപാടികൾ നമുക്ക് പോകെ ചെന്നിട്ട് കാണാം. ലെറ്റ്സ് ഗോ. സ്നാനം കോവിഡിന്റെ സമയത്ത് യെസ് 2 മാസം കൊണ്ട് അന്ന് ഞാൻ ലിറ്ററലി ഞാൻ കരഞ്ഞുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. 7 നേരം. ബ്രോ, ഇറ്റ്സ് കോൾഡ് കൺസിസ്റ്റൻസി. 5 നേരം 7 നേരമൊക്കെ കഴിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. അതെ 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 ഗായ്സ്, ട്രൈസെപ്സ് ഫ്ലെക്സിങ്. ഉണ്ടാ ചെറിയ ചെറിയ ഉണ്ണി ട്രൈസെപ്സ് ഒക്കെ ഉണ്ട്. 6 പാക്ക് കാണിക്കണോ? ഓഡിയൻസ് കാണും. ശ്രീരാഗിന്റെ കാണാത്ത മുഖം ആളുകൾ കാണും. അയ്യോ വേണ്ട. Guys, finally we reached Abu Dhabi. അബുദാബിയിൽ നിന്ന് നമ്മുടെ ഹബീബീസ് വന്ന് നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലാൻഡ് ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? ഒരു നല്ല ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ എപ്പോൾ ഞെട്ടി എഴുന്നേറ്റാലും സുഖം ഉറക്കം. കൈസ്, ഇത് ഇങ്ങോട്ടും തൊട്ട് അങ്ങോട്ടും വരെ നടക്കാറുണ്ട്, ഇഷ്ടം പോലെ നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ഇനി എക്സിറ്റ് വരെ നടക്കണം. കൊള്ളാം, രാവിലെ തന്നെ കാർഡിയോയായി. ഗൈസ്, എൻ്റെ മുടിയൊക്കെ കണ്ടോ? ആകെ അഷറായിട്ടിരിക്കുക. കണ്ണും അഷറാണ്, മുടി അഷറാണ്. കിടന്ന് ഉറങ്ങാനുള്ള സ്പേസും കിട്ടിയില്ല. രാവിലെ ഒരു 5:30 ആയപ്പോഴാണ് ഫ്ലൈറ്റിൽ കയറി. 5:15. പിന്നെ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക്. അകത്തുടന്നാണെങ്കിലും ഷോൾഡറും പെടലിയും കൈയും കാലൊക്കെ ആകെ മൊത്തം വെക്കാനും പറ്റിയിട്ടില്ല. സോ അതല്ല നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, വി ട്രാവൽ ടു UAE, അബുദാബി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മൾ UAE വന്നു. ദുബായ് കാണാൻ പോന്നു, അബുദാബി കാണാൻ പോന്നു. നമ്മൾ പണ്ട് ഓരോ സിനിമയിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. ആൻഡ് ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. ഐ എം സോ ഹാപ്പി അബൌട്ട് മൈസെൽഫ് ആൻഡ് സോ പ്രൗഡ്. ചെറിയ പരിപാടികളാണ്, ചെറുതാണല്ലോ എല്ലാ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ നമുക്ക് സന്തോഷം തരണ്ടേ. അതൊക്കെ അങ്ങനെ ഹാപ്പി ആവാൻ പറ്റിക്കഴിഞ്ഞാൽ വി ആർ ഓൾ സെറ്റ് ടു ഗോ. അപ്പോൾ ഗൈസ്, ബൈ ബൈ. സെയിം ബ്രോ. അപ്പോൾ നാട്ടിൽ കാണാം. ഇവർക്ക് ട്രാൻസ്ഫർ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ബൈ. അപ്പോൾ പരിപാടിയൊക്കെ ഉഷാറാവട്ടെ. വിളിക്ക്.
സോ അപ്പം അങ്ങനെ ഫൈനലി വി കെയിം ഔട്ട് ഓഫ് അബുദാബി എയർപോർട്ട് ആൻഡ് ഫീലിംഗ് ഹാപ്പി ബ്രോ. ഇപ്പോൾ നമ്മളെ വിളിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വരും. ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഇവിടെ കൊള്ളാം, നല്ല വെതറാണ്. ലൈക്ക് അത്യാവശ്യം ചിൽ ക്ലൈമറ്റാണ്. നാട്ടിലെ പോലെ അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഡിസംബർ ആയതുകൊണ്ട് പ്രിറ്റി ചിൽ ഹിയർ ബ്രോ. നൈസ്. What's up? വിഷ്ണുവിന് വണ്ടി കൊടുത്തു, എത്തി. ഹായ് ഗൈസ്. അതെ, ഹായ് ബ്രോ. What's up? All good. ഞാനുണ്ടല്ലോ കേറി ലൈക്ക് കൊച്ചിയില് എന്റെ പാസ്പോർട്ട് കാണിച്ച് കേറിയപ്പോണ്ടല്ലോ, പാസ്പോർട്ടിനകത്ത് എന്റെ താടിയും മുടിയൊക്കെ വളർത്തിട്ട് രൂപമാണല്ലോ. ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ പ്രശ്നമായത് ഇവിടെയാണ്. എന്ന് വെച്ചാ പുള്ളി സമ്മതിക്കണല്ലോ ഞാനത്. പുള്ളി പറയാ നോ ദിസ് ഇസ് നോട്ട് യു, ദിസ് ഇസ് റോങ് പേഴ്സൺ. ലൈക്ക് ബ്രോ ഇത് ഞാൻ തന്നെയാ. അവിടെ ഞാൻ സീനാണ്. എന്റെ 2-3 കാർഡൊക്കെ എടുത്ത് ഞാൻ കാണിച്ചത്. ഇത് ആധാർ കാർഡ്, ഇത് ലൈസൻസ്, ഇത് മറ്റേ വോട്ടർ ഐ ഡി. ഇല്ല ഇവിടെ ഒന്നുമില്ല. അല്ല സെൽഫ് ചെക്കൗട്ട് അല്ലടാ. ലൈക്ക് എനിക്ക് ഈ ചെക്കൗട്ട് പറ്റില്ല, എമിറേറ്റ്സ് ഐ ഡിയിലല്ലോ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളി സമ്മതിക്കില്ല. എനിക്കൊരു 10-20 മിനിറ്റ് എന്നെ പിടിച്ച് നിർത്തി. ലൈക്ക് ഞാൻ പറഞ്ഞു ബ്രോ ഇത് കറക്റ്റ് ആണ്, ഇല്ലേ നോക്ക്, ലൈക്ക് ഇതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ 5 വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ആണ് പാസ്പോർട്ടിന്. ഇപ്പം അതിന്റെ ലുക്കൊക്കെ മാറി. ലൈക്ക് അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാൻ നോക്കണം. അല്ല എനിക്കിനി ഫോട്ടോ മാറ്റണം, അല്ലെങ്കിൽ ഞാൻ ഫേക്ക് ആവും. അവിടെ ഫേക്ക് നാറ്റി, ഇവിടെ ഫേക്ക് പാസ്പോർട്ട്, എല്ലായിടത്തും അതെ മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് അറബിയുടെ കോസ്റ്റ്യൂമില്. വീഡിയോയില് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില ഒരു കൈൻഡ് ഓഫ് ഒരു ഇതുണ്ട്, നമുക്കൊരു തലക്കെട്ടുണ്ട്, അത് ഇവിടെ ഇല്ലീഗലാണ്. ഓ നമ്മളത് സംതിങ് എമിറാത്തീസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചിലത് കേട്ടോ എനിക്ക് കംപ്ലീറ്റ്ലി അറിയില്ല, പക്ഷെ ഏതോ ഒരു ഇതുണ്ട്, തലപ്പാവുണ്ട്, അത് നമ്മൾ കെട്ടാൻ പാടില്ല. പിന്നെ നമ്മുടെ നാട്ടിലത്തെ മുണ്ട് എടുത്ത് നടക്കാൻ പാടില്ലല്ലോ. ഇവിടെ നമ്മള് സ്പെഷ്യലി നമ്മൾ ബ്ലാക്ക് മുണ്ട് അങ്ങനത്തെ ഒന്നും എടുക്കാൻ പാടില്ല, അത് ഇല്ലീഗലാണ്, നമുക്ക് ഫൈൻ കിട്ടും. നന്നായി ഞാൻ കൊടുത്തോണ്ട് വരാം. അതുണ്ട്. അല്ല നമുക്ക് നമ്മളെ ഇതുണ്ട്, ലൈക്ക് കൾച്ചറിന് നമുക്ക് ഇതുണ്ടല്ലോ, ഫെസ്റ്റിവൽസ്. ഇവിടെ തൃശ്ശൂർ പൂരം പോലെയുള്ള പരിപാടി ഓണത്തിനൊക്കെ നമുക്ക് എടുക്കാം, അതൊന്നും ബുദ്ധിമുട്ടില്ല. അല്ലാതെ റെഗുലർ വെയറിൽ ലൈഫ് സ്റ്റൈലിൽ എടുക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോപ്പി സാധനമാണ് ഇതല്ലേ. പക്ഷെ ഇത് കോപ്പി എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടിയും അടിപൊളി ഫെസിലിറ്റീസ് ആണ് എല്ലാരും പറയുന്നത്. എന്റെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ട് D2, ഭയങ്കര നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള വണ്ടി. നമ്മളെന്തായാലും ഈ ട്രാക്ക് വലിച്ചുപിടി വ്ളോഗിൽ ഞാൻ പവർ 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 മസിൽ പവർ. ഇതും ക്യാമറ അടിക്കണ വരെ അതെയല്ല, ഇതും ലീഗലല്ല. ഇത് ലീഗലാ, പക്ഷെ ഇല്ലീഗൽ ആക്കാം. ആക്കണ കൊറേ പൈസ ഉണ്ടെങ്കിൽ ആക്കാം. നമ്മളിൽ അത്ര പൈസ ഇല്ല. ഫസ്റ്റ് മീൽ ഫ്രം UAE. നല്ല ചൂട് പുട്ടും ചിക്കൻ കറി. അതെ, അതിഥി ദേവോ ഭവ. സോ ഗൈസ് UAE ഫസ്റ്റ് ഫുഡ്. ഇതോടുകൂടി പരിപാടികൾ തുടങ്ങാണ്. കൊള്ളാം. റിയലി നൈസ്. തുടക്കം പിഴച്ചില്ല. നാട്ടിലത്തെ ചിക്കൻ കറിയാണോ ഇവിടുത്തെ ചിക്കൻ കറിയാണോ? നാട്ടിൽ ഇങ്ങനത്തെ ചിക്കൻ കറി കുറവാണ്, നമ്മൾ കൂടുതലും വറുത്തരച്ച ചിക്കൻ കറി കഴിക്കല്. ഇത് ഇങ്ങനത്തെ തേങ്ങാപ്പാൽ ചിക്കൻ കറി ഭയങ്കര കുറവാണ്. വീട്ടിലും വറുത്തരച്ച ചിക്കൻ കറിയാണ് കൂടുതൽ ഉണ്ടാവുക. സോ അപ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്യട്ടെ, ബാക്കി പരിപാടി. വണ്ടികൾ മാത്രം കണ്ടു നിൽക്കാം. ഈ വണ്ടി കാണിക്കാൻ, ഈ വണ്ടി കാണിക്കണില്ല, ഈ വണ്ടി കഴിക്കേണ്ടേ കാണിക്കുള്ളൂ. ഓൺലി വാഷ് ചെയ്തിട്ട്. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വി ആർ ഗോയിങ് ടുവേർഡ്സ് ദ റൂം. ഹായ് ഗൈസ്.
Yes. വെൽക്കം ടു ഷാർജ. നൈസ് ടു Welcome മീറ്റ് to യു. Sharjah. Nice to meet you. We are building an empire in Sharjah Yes. called Sharjah Boys. അല്ലേ? ഷാർജ ബോയ്സ്. ഇതേ ബോയ്സ് തുടങ്ങുന്നത് സൗത്ത് സൈഡ് ബോയ്സ് അവിടെ, ഇവിടെ ഷാർജ ബോയ്സ്. ഷാർജ ബോയ്സ്. കുറച്ചുകൂടെ കൊണ്ട് മാറി ദുബായ് ബോയ്സ്. ദുബായ് ബോയ്സ്. മൊത്തത്തിൽ UAE ബോയ്സ്. UAE ബോയ്സ്. നമുക്ക് മൊത്തത്തിൽ അങ്ങനെ വിളിക്കാം. അങ്ങനെ വിളിക്കാം. വിളിക്കാം. നിങ്ങൾ എന്താ വിളിച്ചോ? മിഡിൽ ഈസ്റ്റ് ബോയ്സ് എന്നോ എന്താ GCC ബോയ്സ് എന്നോ അറബ് ബോയ്സ് എന്നോ എന്ത് വിളിക്കാം. അത്രേ ഉള്ളൂ. നന്ദയ്ക്ക് മാത്രം വിളിക്കരുത്. വാട്സാ ബ്രോ, എന്തായി? സുഖം, സുഖുഷാറായിരുന്നു. പൂഫ്. അപ്പം നമ്മളിതേ റൂമിലെത്തി. റാസീനെ കണ്ടു, ജിയാസിനെ കണ്ടു. അപ്പം നമ്മളിതേ റൂമിൽ വന്ന് ബാഗെല്ലാം സെറ്റിൽ ചെയ്തു. ഇനി ഒന്ന് പോയിട്ട് ഫ്രഷ് ആവണം. കൈസ് ഒന്ന് കിടന്ന് ഉറങ്ങണം. ഉറക്കം, സ്ലീപ്പ് സൈക്കിൾ ഇസ് ഫക്ഡ് അപ്പ്. ഉറങ്ങിയിട്ടേ ഇല്ല. മീൻസ് മൊത്തത്തിൽ ട്രാവലിങ്ങും ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. സോ അപ്പം ഫ്രഷ് ആവണം, എന്നിട്ടൊന്ന് ഉറങ്ങണം. ബാക്കി വിശേഷങ്ങൾ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. ബൈ. ഹായ് ഗായ്സ്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ക്ഷീണമൊക്കെ ഒതുക്കി. അതിനിടയ്ക്കൊന്നും നമ്മൾ പുറത്തു പോയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെയും വന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇപ്പം നമ്മൾ എഴുന്നേറ്റ്. അപ്പോൾ ഇനി ഇപ്പം ഇവിടെ സമയം 8:30, 8:45. അപ്പോൾ ഇനി നമ്മളെന്താ പരിപാടി എന്ന് നോക്കാം. ജസ്റ്റ് മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ. ആകെ സീനായി പോയി ഉറക്കം നിന്നിട്ടേ കണ്ണൊക്കെ കൂടെ ചുമന്ന അഷറായി. ലെറ്റ്സ് ഗോ. എന്താ അവസ്ഥ നോക്കാം പുറത്ത്. എന്തല്ല എന്താ പരിപാടി? എടാ ഇവനെ ഫുൾ വെയിറ്റ് അടിക്കണല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? യൂനോ കളിക്കണ കണ്ടിട്ടില്ലല്ലോ. കണ്ടോക്ക ഗൈസ്. നിങ്ങൾ കാണാത്ത റാസിന്റെയും ജിയാസിന്റെയും പ്ലേസസ് കാണിച്ചു തരാം. ഇവിടെ കുറെ വാച്ച് കളക്ഷൻസ് ഉണ്ട്. താഴത്തും വാച്ച് കളക്ഷൻ ഉണ്ട്. ഇവിടെ കുറെ പെർഫ്യൂം കളക്ഷൻ ഉണ്ട്. ഇവിടെ കുറെ കണ്ണാടി. ഞാൻ ആദ്യം കയറി വന്നപ്പോഴത്തേക്കും മറ്റേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പില്ലേ, അയ്യോ TV, അയ്യോ മിക്സി, ഇതിനകത്ത് ഏതെടുക്ക ആ അവസ്ഥയായിരുന്നു. ഇവിടെ എയർഫോഴ്സിന്റെ കുറെ, ഇവിടെ കുറെ, ഇവിടെ കുറെ. അത് 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 നമ്മള് ഗീവ് അവേ കൊടുക്കണ്ട്. വെറുതെ പുട്ട് ഔട്ട് ചെയ്യാം. 3. അതെ. എന്നാ ബക്കപ്പ പോയിരിക്കാം. ലെറ്റ്സ് ഗോ. ആ അത് നീ ആയിരിക്കും. എടാ 6 അടി 3 ഇഞ്ച് ഫില്ലുണ്ടേ. വയറ്റിന് വലിപ്പം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ അത് ഞാൻ ഓക്കെ. ഏറ്റവും അവസാനം ഞാൻ ആവൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ല അതിനു മുമ്പേ നമുക്ക് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ കഴിച്ചിട്ട് അല്ലല്ല പോകുന്നതിന് മുമ്പേ നമുക്ക് ഓരോ സ്കൂപ്പ് പ്രോട്ടീൻ കുടിച്ച് ഒന്നിരുന്ന് സെറ്റായിട്ട് പോവാ. അല്ല എന്റെ കയ്യില് ഇതുണ്ട്, കുക്കീസ് ആൻഡ് ക്രീം, ISO 0 ഐസൊലേറ്റ്. ഇതൊന്നും കാണിച്ചുകൂടാന്നാ, വേറെ ബ്രാൻഡുകളൊന്നും വ്ലോഗിൽ കാണിച്ചുകൂടാന്നാ. ഞാൻ എന്റേത് നീ എന്താണ് ഇവിടെ വന്നിട്ട് മസിൽ പ്ലേസ് യൂസ് ചെയ്യാത്തെ? ഞാൻ കാണിച്ചുതരാം ഗൈസ്. എന്റെ മസിൽ പ്ലേസിന്റെ കമനീമിയ ശേഖരം ഞാൻ കാണിച്ചുതരാം. എടാ ഒന്ന് വന്നടാ. കം. സാധാരണ ഒരു വ്യക്തി ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ജിം റാറ്റ് ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ഗൈസ്. ഒരു ഫ്ലേവർ, അടുത്തത് പ്രീ വർക്കൗട്ട്, ക്രിയാറ്റിൻ, ചെറിയ ക്രിയാറ്റിൻ, അതിനൊത്ത ഷേക്കർ, ജിമ്മിലിടാൻ ഷൂസ്, പുറത്തിടാൻ വേറെ ഷൂസ്, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ തന്നെ പോരെ നമ്മുടെ പരിപാടികൾ കാണിക്കാൻ. നമുക്ക് നിനക്കൊന്നുമില്ല. പവർ കിട്ടി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതെ, പിന്നെ നാച്ചുറൽ ആവാതിരിക്കോ? അതെ, ഗൊറില്ലയുടെ പവർ ഇട്ടത് കഴിച്ചു കഴിഞ്ഞാ എന്താ ചെറിയ കളിയാന്ന് വെച്ചാൽ നമുക്ക് സ്കൂപ്പ് പ്രോട്ടീൻ കഴിക്കാം. വാ. ഓ ഗൈസ്, വെൽക്കം ടു ദ സ്മോൾ കിച്ചൺ ഓഫ് J&R അല്ലേ? J&R ന്റെ ചെറിയൊരു കിച്ചണിലേക്ക് സ്വാഗതം.
ഞാൻ എന്റെ ഷേക്കർ എടുത്തിട്ട് വരാം. ബ്രോ നമ്മൾ മസിൽ റൈസിന്റെ ഷേക്കറല്ലേ കുടിക്കുള്ളൂ. യാ മിൽക്ക്. എന്ത് കരുതലാണ് ജിയാസിന്. എനിക്ക് പാലൊക്കെ ഒഴിച്ചു തന്നെ. കുറച്ചുകൂടെ വെച്ചോ. അല്ല വേണ്ട, ബാക്ക് വാട്ടർ ഐഡിയ മതി മതി മതി. കുടിക്കാത്ത പാൽ കുടിച്ചാൽ ചിലപ്പോ ഡൈജഷൻ. ഈ പാലാണല്ലോ ഇവിടുത്തെ മെയിൻ പാല്. നമ്മുടെ അടുത്ത മിൽമ പോലെ ഇവിടുത്തെ മെയിൻ പാലാണ് അൽറവാബി, അൽറമായി. അല്ല ചേർത്ത് കഴിഞ്ഞാൽ ദുബായ് ആയി, അല്ല UAE ആയി. അൽ പ്രോട്ടീൻ, അൽ കാർബ്സ്, അൽ ഫാറ്റ്. അത് വേണ്ടോ അങ്ങനെ കമ്പനിയുടെ പേരൊന്നും പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ. ഞാൻ വന്ന് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നുള്ളതൊക്കെ സത്യമാണ്, പക്ഷെ കമ്പനിയുടെ പ്രൊമോഷൻ ഒന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം വീഡിയോക്കകത്ത് കമ്പനിയുടെ കാര്യം പറയാം, അല്ലാതെ പറ്റില്ല കേട്ടോ. അതെ ഇത് ബയോസേമിന്റെ മറ്റേ വേറെ ഫ്ലേവറിന്റെ പെട്ടിക്കകത്ത് ഞാൻ പെട്ടി ചെറുതായത് കൊണ്ട് ട്രാവൽ ചെയ്യേണ്ട കൺവീൻസിന് ഐസൊലേറ്റ് കുക്കീസ് ആൻഡ് ക്രീം ഇട്ടോണ്ട് വന്നേ. കുക്കീസ് ആൻഡ് ക്രീം വേണ്ടി 2 കിലോ ഉള്ളായിരുന്നു. ആ പെട്ടിയിൽ 2 കിലോ കയറൂല. അങ്ങ് ചെന്ന് ബുദ്ധി. നോ നോ, ഞാൻ മിസ്ലീഡ് ചെയ്യൂല ആളുകളെ. നോ, അതെ ഇത്തിരി കഴിവുള്ളവനാ, ഇത്തിരി കഴിവ് ഏറിയവനാ, അറിയാലോ. അതെ അല്ല, ബുക്ക് തലപിടിച്ച് വായിക്കാൻ, തലതിരിച്ച് പിടിച്ച് വായിക്കാനും അവനറിയാം. ഓ ഏതാ ഈ എടുക്കും മോനെ, നമ്മൾ കൊണ്ടുവന്ന എന്തിനാ? കുടിക്കാനല്ലേ? അത് തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ. എനിക്കിനി തിരിച്ച് ക്യാരി ചെയ്യാൻ വയ്യ. കൊണ്ടുവന്നത് തീർത്തിട്ട്. ചിയേഴ്സ്. നോക്കടാ, കുക്കീസ് ആൻഡ് ക്രീമാ നൈസല്ലേ? നല്ലത് കണ്ട നല്ലതെന്ന് പറയാം. നീ കുടിച്ചു നോക്കാം. ജസ്റ്റ് കുടിച്ചു നോക്കണം. നീ ഓ അപ്പം മിക്സിക്കകത്ത് ബ്ലെൻഡ് ചെയ്തെടുത്ത്. ആവറേജ് ജിംറാറ്റിന്റെ വീട്, ആവറേജ് ജിംറാറ്റിന്റെ ട്രാവൽ, ഹാർഡ് കേസ്, ട്രോളി ബാഗ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ ആളുകൾക്ക് താല്പര്യപ്പെടുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലക്ഷറി, ഇറ്റ്സ് അബൌട്ട് പ്രയോറിറ്റി. അതാണ്. അപ്പോൾ അതെ, അതാണ് നമുക്ക് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. ഇനി ബാക്കി ഫുഡ് കഴിക്കുന്നതാണ്. So we are ready to go. Let's go. അപ്പോൾ നമ്മൾ കബാബ് കഴിക്കാൻ പോവാണ്. ആണോ? ഇവിടെ ഓട്ടോമാറ്റിക് ലൈറ്റ് ഒക്കെ വരും, നമ്മൾ ഇടുക പോലും വേണ്ട. ദുബായിയുടെ ഒരു പോക്കി. ഷാർജ, ഓക്കെ സോറി. ദുബായ് ഇവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറം. 10 കിലോമീറ്റർ, ഹാർഡ്ലി 10 കിലോമീറ്റേഴ്സ്. Yes. This is our ride, official ride. അതെ, രാവിലെ വാഷ് ചെയ്യണം എന്ന് കുറെ നടന്നു, പക്ഷെ വാഷ് ചെയ്യാൻ പറ്റില്ല. The Mustang. Let's go. ഇതെടുത്തോ, ബാക്കിലോട്ട് വെക്കോ. ഓ യെസ്, ആവശ്യപ്പെട്ടൊരു സാധനമുള്ളൂ. കുറച്ച് കാറ്റും വെളിച്ചവും വേണം. ഇപ്പൊ ശരിക്കും കാറ്റും വെളിച്ചവും കിട്ടിയില്ലേ? ബ്രോ, ഐ ഡു നത്തിങ് ബ്രോ. I have lot of business running around, but I don't do anything. അതെ, റെയിൻ സർവീസ് അല്ലേ? വേണ്ട ഗൈസ്, ഇത് നമ്മൾ മറ്റേ നാട്ടില് ബാക്കിൽ സ്കൂട്ടറുകാർ ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയി മറ്റേ ഷവർ ചെയ്യൂലേ, അതുപോലെ അകത്ത് നിന്ന് ഷവർ കിട്ടും. കൊള്ളാം. ദുബായ് ആൻഡ് കൺവെർട്ടബിൾ കാർ. അതെ,
ക്ലാഷ് ആവും ബെറ്റർ എനിക്ക്. ആണോ? ഞാൻ ലൈറ്റ് പ്രൊഫഷണൽ സെറ്റപ്പ്. ഞാൻ മറ്റേ വീഡിയോ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ നിവിൻ പോളിയുടെ ഇല്ലേ, നിവിൻ പോളി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ടണലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചു കേട്ടോ. അതിന്റെ മനസ്സിലുണ്ട്. ദുബായിലേക്ക് വരുന്ന ആദ്യം പറയുമ്പോഴത്തേക്കും മനസ്സിൽ ഓടി വന്ന ആദ്യത്തെ വീഡിയോ അതാ. പിന്നെ മറ്റേ സ്ട്രീറ്റ് ഉണ്ടല്ലോടാ, ഒരിടത്തു നിന്ന് ഒരിടം വരെ നടന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കാണിച്ചു തരുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട്. ദുബായ് കാണാനാണെങ്കിൽ നിങ്ങൾ ദുബായിൽ വരണ്ട, എന്റെ വ്ളോഗ് കണ്ടാ മതി. അതെ അല്ലേ പറഞ്ഞ എങ്ങനെയുണ്ട്? ഇനി ദുബായിൽ വരണ്ട, എന്റെ വ്ളോഗ് കണ്ടാ മതി. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അയക്കും. അതെ ഫുൾ വേണം നാളെ വേണം. ഒരാഴ്ച കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ക്രേസി. സോ ഗൈസ്, നമ്മളിത് അൽഫ്രിജ് ബേക്കറി. നമ്മൾ എന്തിനാ വന്നെന്ന് വെച്ചാൽ കബാബ് കഴിക്കാൻ. ഇവിടെ 3 ദിർഹംസിന് കബാബ് കിട്ടും. 3 ദിർഹംസ് പറഞ്ഞാൽ 3 ദിർഹം 75 റുപ്പീസ് അപ്രോക്സ്. അപ്പൊ അതിന് ഒരു ഷീക്ക് കബാബ് കിട്ടും. അപ്പൊ നമുക്ക് അത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയട്ടെ. കാരണം UAE വന്നിട്ട് 3rd മീലാണ് ഇന്നത്തെ. ആദ്യം പുട്ടും ചിക്കനും കഴിച്ച്, പിന്നെ ബിരിയാണി കഴിച്ച്. ബിരിയാണി കഴിക്കാൻ എടുക്കാൻ പറ്റിയില്ല, അപ്പം വേറെ കുറച്ച് പരിപാടിയിൽ തിരക്കായിരുന്നു. പിന്നെ നമുക്ക് ഇല്ല, ഷിയാസ് എനിക്ക് കുറച്ച് ഫ്രീഡം തന്നിട്ടുണ്ട്. ബൾക്കിംഗ് ആണല്ലോ. വായിച്ചു നോക്കാം നമ്മുടെ എത്ര ദർഹമുണ്ട്, അതനുസരിച്ച് നമുക്ക് സ്റ്റിക്ക് പറയാം. ഒന്നനക്ക് കണ്ടോ, എല്ലാരും കണ്ടോ, ഇതാണ് 10 ദർഹം. ദോതെര. അപ്പൊ ഓരോരുത്തർക്ക് 10 രൂപ വന്നിട്ടുണ്ട്. 12 സ്റ്റിക്ക് പറയാം. ലൈക്ക് ഞാൻ ഒരു 100 കൂടി അതെ. എന്റെ പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് കാണിക്കണ പോരട്ടെ. ജിം ഷാർക്കിൽ കയറണമെന്ന് പറഞ്ഞേക്കണേ. സൗത്ത് സൈഡ് വിഷ്ണു പറഞ്ഞെന്നറിയോ? അതൊരു ചരിത്രം. അണ്ണ എന്തായാലും പോവല്ലേ, ജിം ഷാർക്കിന്റെ ഒരു ഹുഡി. നമ്മുടെ നാട്ടിൽ 4 ഹുഡി വാങ്ങിക്കാവേ. എവിടെ ഹുഡി വാങ്ങിക്കുന്ന പൈസക്ക് അല്ല. എന്തായാലും ജിം ഷാർക്കിന്റെ ആ ഷോറൂമിൽ കയറുമ്പോ തന്നെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. നോക്കാം, പോയി നോക്കാം. കാണിച്ചരാ എല്ലാം കാണിച്ചരാ. ഇനി ഫുഡ് വന്നിട്ട് ബാക്കി കാണിച്ചരാ. തൈരിനകത്ത് മിന്നിട്ടത്. ഇതാണ് നമ്മളിവിടെ കബാബിൽ മിക്സ് ചെയ്യുക. അത് നമ്മുടെ നാട്ടിലെ മയോണൈസ് ഭയങ്കര ഹെൽത്തിയാണ്. കാരണം അത് ഭയങ്കര സംഭവമല്ലേ. നമുക്ക് നമ്മളെ റൊട്ടീന്റെ കൂടെ മയോണൈസ് വരും. ഇവിടെ ഒരു ലൈക്ക് നല്ലൊരു ഹെൽത്തി യോഗർട്ട് ഡിപ്പ് വരും. Arrived. ഈ കാണുന്ന സാധനമല്ല, ഈ പുതപ്പിനുള്ളിൽ വേറെ ഉണ്ട്. വേറെ 3 പ്രോട്ടീൻ. ഇത് 8 പ്രോട്ടീൻ. ഗെറ്റ് ബിഗ്. കുറച്ച് ഓയിൽ. താങ്ക് യു ബ്രദർ. നമുക്കുള്ള വീഡിയോ എടുത്തോട്ടോ. ഇതെന്താണ് ഇങ്ങനെയൊക്കെ വെച്ചേക്കണ നീ? അല്ല ഇവിടെ അല്ലാണ്ട് ഇതല്ല. അതിനാണ് നമുക്ക് കിട്ടില്ല പുതിയത്. സോറിടാ, ഇതും നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇതാണ് ഇവിടുത്തെ കൾച്ചർ. ഇവിടെ നമ്മൾ എല്ലാവരും ഒരുപോലെ കഴിക്കും. അല്ലാണ്ട് വേറെ പ്ലേറ്റോ കാര്യങ്ങളൊന്നും. അതിഥി ദേവോ ഭവ. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. നീ അതായിട്ട് കഴിച്ചാൽ മതിയാ. അപ്പുറത്തെ ആൾക്കാർ കഴിക്കണമുണ്ട്. ഇങ്ങനെയൊക്കെ കഴിക്കണം. ലെമൺ ജ്യൂസ്, സ്കൂസ് ഫ്രം ലെമൺ. And ഇവൻ ഇത് കൊളാക്കും. ബിസ്മില്ലാ. ഇനി ഇത് മാത്രം കഴിക്കും. ഇനി ഇത് മാത്രം. ഇതിന്റെ ഫ്ലേവർ എങ്ങനെയുണ്ട്? അധികം മസാലയൊന്നും ഇല്ലാതെ സിമ്പിൾ റോ. ജീവനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒറിജിനാലിറ്റി കൂടിയിട്ട് സാർ ഗൈസ്, ഞാൻ ബിസ്മില്ല എന്ന് പറഞ്ഞത് നമ്മൾ കണ്ട് ശീലിച്ചാട്ടോ. ഞാൻ ഓരോ വീഡിയോ കാണുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നതിന് അതെ മര്യാദ വേണമല്ലോ നമ്മള്. അല്ല ഇവിടെ നമ്മൾ ബിസ്മി പറയുന്ന സലാം പറയുന്നൊക്കെ ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് ട്രഡീഷൻ. അതൊരു ഗ്രീറ്റിംഗ് കൂടി, ആൾക്കാരെ റെസ്പെക്ട് കൊടുക്കുന്ന പോലെ അത്രേ ഉള്ളൂ. പിന്നെ മോർ ഓഫ് ദ ഒരു ട്രഡീഷൻ പോലെ അത്രേ ഉള്ളൂ.
സോ ഗായ്സ് നമ്മള് നമ്മുടെ ലൈറ്റ് ഉണ്ടടാ സ്റ്റുഡിയോ ലൈറ്റ്സ് ഓൺ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കബാബൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഫില്ലായി. സോ ഗുഡ് ബ്രോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇപ്പൊ ആരെങ്കിലൊക്കെ ഷാർജ വരുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എവിടെടാ? Go try it out, Al-Farij Bakery. Al-Farij Bakery il vantittu good I tried really this good, is guys. so good, so tasty, Amazing, you know. and Thanks us later. thank you Razin and the Jayender, that's it. for this wonderful treat. Treat, yeah. I love that. Very good. നാട്ടിലേക്കൊരു വരവ് അല്ല നാട്ടിലേക്കൊരു വരവ് വരുന്നുണ്ട്. I'll give you super biryani and very good. I'll give. Okay, അമ്മനെ So കാണുന്നുണ്ട്. this is അമ്മനെ കാണണം. Yeah, അപ്പോ guys നമ്മൾ നേരെ ഇനി നമുക്ക് എന്താ പരിപാടി? ഇനി നമുക്ക് വേണമെന്നുള്ള ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള നമുക്ക് നോക്കാം, ആലോചിക്കാം. നോക്കാം. അപ്പം വരുന്ന വഴിക്ക് നോക്കാം. അപ്പം that's it. So guys, നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. ഇനി നമ്മൾ നല്ലോണം ഉറങ്ങണം. ഫുൾ ക്ഷീണാണ്. ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് നാളെ കാണാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ കടപ്പാടം പോയി. അതെ, ഇവിടെ ഇതാണ് എന്റെ കടപ്പാടം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇതെന്താ വെട്ടിയിട്ട വായത്തണ്ട്. എക്സ്ട്രാ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചുരുളഴിയുന്ന കൂടുതൽ സത്യങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ തിരിച്ചു വരുന്നതാണ്. This is Gokul and Saudi UAE boys is signing off. Jayender. Yeah. Please, okay, good night. Okay guys, flex and sleep.